അപ്പോൾ ഗൈസ്, കല്യാണം കഴിഞ്ഞിട്ടുള്ള ഞങ്ങളുടെ ഫസ്റ്റത്തെ ക്രിസ്മസ് ആണ്. അപ്പോൾ ഇപ്രാവശ്യം നമുക്കൊരു വെറൈറ്റി ആയിട്ട് എങ്ങനെ ചെയ്യാമെന്ന് ആലോചിച്ചപ്പോൾ നമുക്ക് തോന്നിയൊരു ഐഡിയ ആണ് ഇത്. ക്രിസ്മസ് എങ്ങനെയെങ്കിലും നന്നായിട്ട് ആഘോഷിക്കണം. അതിനെ കണ്ടെത്തിയ ഒരു വഴിയാണ്. എന്താ പരിപാടി? ശരിക്കും കരോളിന് പോയിട്ട് നമ്മുടെ ബന്ധുക്കളെ വെറുപ്പിക്കുക. റിലേറ്റീവ്സിന്റെ വീട്ടിലേക്കാണ് ഞങ്ങൾ. അതെ, അവിടെ പോയിട്ട് തുള്ളി കളിച്ച് നമ്മുടെ ഡാൻസ് ഒക്കെ കാണിച്ച് അവർക്കൊരു സർപ്രൈസ് കൊടുക്കുക. നമ്മൾ മുഖംമൂടി വെച്ചിട്ടായിരിക്കും കളിക്കുക. പരിപാടിയൊക്കെ കഴിഞ്ഞിട്ടാണ് നമ്മള് മുഖംമൂടി മാറ്റുള്ളൂ. അപ്പൊ അവരുടെ മുഖത്തുണ്ടാവുന്ന ഒരു എക്സ്പ്രഷൻ നമുക്ക് നോക്കാം. അപ്പോൾ ഞങ്ങളൊരു 6:30-7 മണി സമയത്ത് വീട്ടിൽ നിന്ന് ഇറങ്ങി ഫസ്റ്റ് വീട്ടിലോട്ട് നമ്മൾ പോവാണ്. എല്ലായിടത്തും ഞങ്ങൾ വണ്ടി കുറച്ച് നീക്കി വെച്ചിട്ടാണ് പോകുന്നത്. കാരണം വണ്ടി കണ്ടാൽ ഞങ്ങൾ പെട്ടെന്ന് മനസ്സിലാവും. കണ്ടോ ഡോഗി കുറയ്ക്കും പട്ടിയും കടിക്കില്ല. അപ്പോൾ ഫസ്റ്റത്തെ വീട് നമ്മൾ ഫെയിലായിരിക്കുകയാണ്. അപ്പോൾ ഇനി ഒന്നും ചെയ്യാൻ പറ്റില്ല, നമ്മൾ അടുത്ത വീട്ടിലേക്ക് പോകണം. ഫസ്റ്റത്തെ മേമയുടെ വീട്ടിലേക്ക് വന്നത്. മേമയുടെ വീട്ടിൽ ആരുമില്ല. ഫസ്റ്റത്തെ വീട് കാണൽ തന്നെ മൂഞ്ചി. കുഴപ്പമില്ല, നമുക്ക് അടുത്ത വീട്ടിൽ പോകാം. നോക്കട്ടെ പോയിട്ട്. എല്ലായിടത്തും പാളിപ്പോണ് കൈസ് ചെയ്യാൻ പറ്റാത്ത അവസ്ഥയാണ്. ഫുൾ ഇതാണ്. ഞങ്ങള് വെറുതെ പിള്ളേരായിട്ട് ഇറങ്ങിയതാ. സെന്റ് ആൻസ്. ആ
അപ്പോൾ ഹാപ്പി ക്രിസ്മസ്. ഇച്ചിരി വെള്ളം തരുമോ? എങ്ങനെയുണ്ട് സാധനം? അഞ്ചാം സൈക്കിൾ വെച്ച് കാണാൻ ഞങ്ങള് വിടുന്ന പാട്ടിടാല്ലേ? പാട്ടിട്ട പടിപാടി ഞങ്ങളുടെ കൊടുക്ക, ഞങ്ങൾ മിക്സ് ആയി പോയത്. ഇതൊന്നുമില്ല. നിങ്ങളോട് മൂക്കം മൂടിട്ട് വരാതെ പറഞ്ഞു. ഞങ്ങള് വേറെ പ്ലാനായിരുന്നു. നമ്മുടെ ബന്ധുക്കളുടെ വീട്ടിൽ പോയിട്ട് സർപ്രൈസ്. ഇവര് മുഖം മൂടി വെച്ചു. അപ്പൊ പിന്നെ പെട്ടെന്ന് ഈ മുഖം നിങ്ങളോടി വരണം. പടക്കി വെക്കണേ. അതാ ധർമ്മക്കാരോ ആരാ അങ്ങനെ കല്യാണം കഴിഞ്ഞിട്ട് ഞങ്ങളുടെ ഫസ്റ്റ് ക്രിസ്മസ് ഇങ്ങനെ അടിപൊളിയായിട്ട് സെലിബ്രേറ്റ് ചെയ്തു. 2-3 വീട്ടിലൊക്കെ ഞങ്ങൾ കണ്ടുപിടിച്ചു. സ്റ്റിൽ ഞങ്ങളിത് നന്നായിട്ട് എൻജോയ് ചെയ്തു. ഇതിൻ്റെ റീല് ഞങ്ങൾ ഇൻസ്റ്റയിൽ പോസ്റ്റ് ചെയ്തായിരുന്നു. അതിന് നല്ല റെസ്പോൺസ് കിട്ടിയായിരുന്നു. ഇതുപോലെ എന്തെങ്കിലുമൊക്കെ ആയിട്ട് അടുത്തൊരു വീഡിയോയിൽ നമുക്ക് കാണാം. സോ എല്ലാവർക്കും ഹാപ്പി ന്യൂ ഇയർ ആൻഡ് ബൈ.